നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വെജിറ്റബിൾ കൊണ്ടൊരു കറിയാണ് ചപ്പാത്തിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന വെജിറ്റബിളിൻ്റെ ഒരു കറിയായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെന്തൊക്കെ സാധനം വേണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട വെജിറ്റബിൾ ഒരു ഒനിയൻ, ടൊമാറ്റോ, ഒരു പൊട്ടാറ്റോ, ഒരു ബ്രിഞ്ചോൾ, ഒരു ക്യാരറ്റ്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് വെണ്ടയ്ക്ക വേണം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അല്പം, എണ്ണ ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാല. ഇപ്പോൾ നമ്മൾ പച്ചക്കറിയിൽ അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി അത് നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. അതിനുവേണ്ടി നമ്മൾ സ്റ്റവ് വെച്ചു, അതിൽ പാത്രം വെച്ചു. അപ്പം പാത്രം ചൂടായി അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സവോള വഴണ്ട് കിട്ടാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്, ഇനി നമുക്ക് സവോള ഇത് ഒത്തിരി വഴറ്റണ്ട, ഒരു പകുതി വഴണ്ട് കിട്ടിയാൽ മതി. ഒരു പച്ചമുളകൊക്കെ മാറി കിട്ടിയാൽ മതി. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ബാക്കിയുള്ള പൊടികൾ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1.5 സ്പൂണ്, മുളക് പൊടി 1 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ചേർത്തൊന്ന് വഴറ്റണം. വഴറ്റിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുന്നു. ഇട്ട് വെച്ച ക്യാരറ്റ്, ഇട്ട് വെച്ച നമ്മുടെ വെണ്ടയ്ക്ക, ടൊമാറ്റോ, എല്ലാ വെജിറ്റബിളും ചേർത്തൊന്ന് ഇളക്കി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ സവോളയ്ക്കകത്ത് ഉപ്പിട്ടാൽ അതനുസരിച്ച് ഇടാവുള്ളൂ, ഇപ്പോൾ കൂടിപ്പോവല്ല. അല്പം കുരുമുളക് പൊടി, ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെള്ളം, ഇത് നമ്മുടെ മസാലയ്ക്കകത്തൊന്ന് വഴറ്റിയെടുത്തു. ഇതിനകത്ത് നമ്മളൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ വേകാനുള്ള വെള്ളം. ഇത് ഒരുമാതിരി കുഴഞ്ഞിരിക്കണ കറി, ഒരിക്കലും വെള്ളമായി പോകില്ല. കുഴഞ്ഞ ഒരു കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. മെയിനായിട്ട് ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് കഴിക്കാൻ പറ്റിയത്. നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഈ വെള്ളം ഒന്ന് കുറുകി വരണം. അപ്പം അതിനെ കഷ്ണമൊക്കെ വേഗം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതൊക്കെ നമ്മുടെ കറി ഇവിടെ ആയി. ഇത് ഈ ഒരു ഇതിൽ വരണം എടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തു, പൊട്ടറ്റൊക്കെ വെന്ത് കഴിഞ്ഞു, ക്യാരറ്റ് വെന്തു, വഴുതനങ്ങ എല്ലാം വെന്തു. ഇതാണ് നമ്മുടെ കറി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് ഈ കറി ടേസ്റ്റ് നോക്കാം. ഉപ്പ് വരി, എല്ലാ എരിയും ഉപ്പും
എല്ലാം കറക്റ്റാണ്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. ഉപ്പിൻ്റെ അളവ് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് ഓരോരുടെ ഇഷ്ടമാണ്. എരി മസാല എല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ഇത്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. ഇത് എളുപ്പം വെക്കാവുന്ന കറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ ഞങ്ങൾ വരുന്നതായിരിക്കും. ബായ്.